വിലായത്ത് ബുദ്ധ സിനിമ ഇന്റർവെൽ വരെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നിയത് ആമ്പൽ ആമ്പൽ എന്ന സിനിമ ഇന്റർവെൽ കഴിഞ്ഞപ്പോ എനിക്ക് തോന്നിയത് ഊമ്പൽ ഊമ്പൽ എന്ത് പടാടോ എടുത്തു വെച്ചിരിക്കുന്നത്. 10 വർഷം മുമ്പ് ഇറങ്ങേണ്ട സിനിമയും 20 വർഷത്തിന് മുമ്പത്തെ ഒരു VFX ആണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിന് എത്രയോ ഭേദമാണ് പുഷ്പ 1 എന്ന് എനിക്ക് തോന്നി. പുഷ്പ 2 അല്ലാട്ടോ, പുഷ്പ 1. ഡബിൾ മോഹനൻ എന്ന് പറഞ്ഞ പൃഥ്വിരാജിന്റെ ക്യാരക്ടറും ഒരു ഭാസ്കരൻ മാഷും തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷും പരിപാടിയൊക്കെയാണ്. ശരിക്കും പറഞ്ഞ ഒരു ക്ലാസ് സിനിമ എടുക്കാവുന്ന രീതിയിലുള്ള ഒരു കഥയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇവന്മാര് ഇത് മാസ് സിനിമയാക്കാൻ നോക്കിയപ്പോ കുറെ തമിഴ് ഫ്ലേവേഴ്സും മറ്റു പരിപാടികളും കുറെ ആവശ്യമില്ലാത്ത സീനൊക്കെ കയറ്റി ഒരു 3 മണിക്കൂർ വലിച്ചു നീട്ടി എന്താ പറയാ ഒരു അലമ്പ് സാധനമാക്കി മാറ്റിയിട്ടുണ്ട്. പ്രേക്ഷകന് ഒരു അറ്റാച്ച്മെന്റും കൊടുക്കാത്ത രീതിയിലുള്ള ഒരു തിരക്കഥയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പരാജയം എന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമയിലെ നല്ലൊരു പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയത് ഷമ്മി തിലകന്റെ ഒരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ മറയൂർ കാണിക്കുന്ന കുറച്ച് വിഷ്വൽസും കാര്യങ്ങളും, അതുപോലെ ജെക്സ് ബിജോയുടെ BGM ഒക്കെ ഒരു ഓക്കെ ഫീലാണ് എനിക്ക് തന്നത്. പക്ഷെ നമ്മുടെ രാജുവേട്ടന്റെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കടുവയിലും അതുപോലെ കാപ്പയിൽ കണ്ട നമ്മുടെ കൊട്ടമധു അതിന്റെ സെയിം ഒരു പരിപാടി മസിൽ പിടിച്ച അഭിനയം തന്നെയാണ് എനിക്ക് ഇതിൽ തോന്നിയത്. പിന്നെ ഇത് കളർ കിട്ടാൻ വേണ്ടി കുറച്ച് കരിയൊക്കെ മേത്ത് വെച്ചിട്ടുണ്ട്, വിഗും വെച്ചിട്ടുണ്ട് എന്നല്ലാണ്ട് ഒരു വ്യത്യാസം എനിക്ക് ഇതിൽ തോന്നിയില്ല. ചുരുക്കി പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഡിസപ്പോയിന്റഡ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്.